നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ചെറുവള്ളി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ചെറുവള്ളി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയായ ജഡ്ജിയമ്മാവനെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കേസുകൾ ജയിക്കാം. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പൊൻകുന്നത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് ചെറുവള്ളി ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. ദാരുവിഗ്രഹം, കിഴക്കോട്ട് ദർശനവും കടുംപായസം പ്രധാന വഴിപാടാണ്. മീനമാസത്തിലാണ് ക്ഷേത്രോത്സവം നടക്കുന്നതും. ഉത്രം നക്ഷത്രം ആറാട്ടായി 10 ദിവസം ഗംഭീരമായി കൊണ്ടാടുന്നു. 5 പൂജയുള്ള മഹാക്ഷേത്രമാണ്. ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിൽ, നാലമ്പലം, ധ്വജം, ബലിക്കൽപുര, ആനക്കൊട്ടിൽ എന്നീ ക്ഷേത്രഭാഗങ്ങളെല്ലാം ഉണ്ട്. ഉപദേവതകൾ വിഷ്ണു, ഗണപതി, ശാസ്താവ്, ശിവൻ, ദുർഗ, രക്ഷസ്, വീരഭദ്രൻ, കൊടുംകാളി, സുബ്രഹ്മണ്യൻ മുതലായവരാകുന്നു. അതുകൂടാതെ അറുകുല ദേവിയുടെ അനുഗ്രഹത്താൽ നീതി നടപ്പാക്കാൻ ജഡ്ജിയമ്മാവനെ സഹായിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊടുംകാടായിരുന്നു. അവിടെ ധാരാളം ആദിവാസികൾ താമസിച്ചിരുന്നു. ഒരു ദിവസം പുല്ല് ചെത്തുവാൻ വന്ന ഒരു സ്ത്രീ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടുവാൻ അടുത്തുള്ള കല്ലിലുരച്ചു നോക്കിയപ്പോൾ അതിൽ നിന്നും രക്തപ്രവാഹമുണ്ടായെന്നും സംഭവമറിഞ്ഞ് ഒരു ബ്രാഹ്മണൻ ഇവിടെ എത്തി പരാശക്തിയെ പൂജ നടത്തിയെന്നുമാണ് കഥ. പൂജയ്ക്ക് മുമ്പായി അദ്ദേഹം അടുത്തുള്ള കുളത്തിൽ കുളിക്കുവാനിറങ്ങിയപ്പോൾ ദേവീ ചൈതന്യം കുളത്തിൽ വ്യാപിച്ചു. തുടർന്ന് ഇന്ന് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അധിവസിച്ചു. അവിടെ വെച്ചാണ് പൂജ നടത്തിയത്. ഒരു ചെറിയ വള്ളിയിലിരുന്ന് ഊഞ്ഞാലാടുന്ന രൂപത്തിലാണത്രേ ആദ്യം ഭഗവതി ഭക്തർക്ക് ദർശനം നൽകിയത് പോലും. അങ്ങനെ ഈ സ്ഥലത്തിന് ചെറുവള്ളി എന്ന പേര് വന്നതായി വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ആദിവാസികൾ സ്ഥലം വിട്ടപ്പോൾ പലയിടങ്ങളിലായി അവർ ഭദ്രകാളി ചൈതന്യം കാണുകയും അവിടെയെല്ലാം ക്ഷേത്രം പണിയുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തും ചെറുവള്ളി ക്ഷേത്രങ്ങൾ നിലവിൽ വന്നു. മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് ജഡ്ജിയമ്മാവൻ. ദേവീ സന്നിധിയിൽ മോക്ഷം പ്രാപിച്ച തിരുവല്ല രാമവർമ്മപുരത്ത് മഠത്തിലെ ഗോവിന്ദൻ പിള്ളയാണ് ഈ പേരിൽ അദ്ദേഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജയുടെ കോടതിയിലെ ജഡ്ജിയായിരുന്ന അദ്ദേഹം സത്യസന്ധനും നീതിമാനുമായിരുന്നു. അദ്ദേഹം മികച്ച രീതിയിൽ ശിക്ഷകൾ നടപ്പിലാക്കി കഴിഞ്ഞു പോയിരുന്നു. എന്നാൽ ഒരിക്കൽ എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ സ്വന്തം അനന്തരവനെ അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടതായി വന്നു. പിൽക്കാലത്ത് അനന്തരവൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന് വിഷമവും മനക്ലേശവും കൊണ്ട് സ്വന്തം വധശിക്ഷ നടപ്പാക്കാൻ അദ്ദേഹം ധർമ്മരാജയോട് അഭ്യർത്ഥിച്ചു. ധർമ്മരാജ മനസ്സില്ലാ മനസ്സോടെ അത് നടപ്പാക്കി. ഇങ്ങനെ ദുർമരണം സംഭവിച്ച ജഡ്ജിയുടെ പ്രേതം പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ഒടുവിൽ പ്രശ്നവിധി പ്രകാരം ഇദ്ദേഹത്തെ ചെറുവള്ളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു. രാത്രിയിൽ പ്രധാന ക്ഷേത്രത്തിൻ്റെ നട അടച്ച ശേഷമാണ് ഇവിടെ നട തുറക്കുന്നത്. ഭക്തർ തന്നെയാണ് ഇവിടെ പൂജകൾ നടത്തുന്നതും. നാളികേരവും പൂവും പഴവുമാണ് പൂജാവസ്തുക്കൾ. വിവിധ കേസുകളിൽ പെടുന്നവർ ഇവിടെ വന്ന് പൂജകൾ നടത്താറുണ്ട്. ചെറുവള്ളിക്കാവിൽ അമ്മയോട് പ്രാർത്ഥിച്ച് ജഡ്ജിയമ്മാവനോട് മനസ്സുരുകി പറഞ്ഞാൽ കേസിൽ വിജയിക്കുമെന്നാണ് വിശ്വാസം. കേസുകൾ ജയിക്കുവാൻ ജഡ്ജിയമ്മാവനെന്ന അറുകൊലയ്ക്ക് വെള്ളം കുടിയെന്ന വഴിപാട് കഴിച്ചാൽ ഫലപ്രാപ്തി തീർച്ചയായും ഉണ്ടാകുമെന്ന് പഴമക്കാർ പറയുന്നു. ധാരാളം പേർ കേസ് ജയിച്ച ശേഷം ക്ഷേത്രത്തിലെ ജഡ്ജിയമ്മാവനെയും ദേവിയെയും ദർശനം ചെയ്ത് വഴിപാട് നടത്തി സംതൃപ്തിയടഞ്ഞു പോകുന്നതായി കാണാം. ജഡ്ജിയമ്മാവന് അടനിവേദ്യം പ്രധാനമാണ്. അടനിവേദ്യം കഴിപ്പിച്ചാൽ കേസുകൾ ജയിക്കുന്നതിനും ഉത്തമമാകുന്നു.